നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിന്റെ മരണം ഓരോ മാസം കഴിയുമ്പോഴും മലയാളികൾ മറന്നിട്ടുണ്ട് എന്ന് ആരെങ്കിലും കരുതുകയാണെങ്കിൽ അത് തെറ്റി. നവീൻ ബാബുവിന്റെ മരണത്തിന് ആരൊക്കെയാണോ കാരണക്കാർ എന്ന് വ്യക്തമാകുന്നതുവരെ കേസുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് ഭാര്യ മഞ്ജുഷ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒപ്പം തന്നെയാണ് ഈ നാട്ടിലെ ഓരോ ജനവും. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, സത്യസന്ധമായി തന്റെ ജോലി ചെയ്തു വന്നിരുന്ന ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് അറിയേണ്ടതുണ്ട്. അതിൽ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ഒക്കെ തന്നെ കാരണക്കാരായിട്ടുള്ള പലരും ഇന്ന് വിലസി നടക്കുകയാണ് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് മുന്നിലൂടെ. ഏതായാലും ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാനായി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ അപ്പീലിലാണ് ജസ്റ്റിസ് PB സുരേഷ് കുമാർ, ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകിയത്. നേരത്തെ അപ്പീലിൽ വിധി പറയാൻ മാറ്റിയിരുന്ന ഡിവിഷൻ ബെഞ്ച് മഞ്ജുഷയുടെ അഭിഭാഷകൻ മാറിയതിനെ തുടർന്ന് വീണ്ടും വിശദവാദം കേട്ട ശേഷം വിധി പറയാൻ മാറ്റുകയായിരുന്നു. CBI അന്വേഷണ ആവശ്യം സിംഗിൾ ബെഞ്ച് തള്ളിയതിനെ തുടർന്നാണ് മഞ്ജുഷ അപ്പീൽ നൽകിയത്. നരഹത്യാ സാധ്യത മുൻനിർത്തി പോലീസ് അന്വേഷണം നടത്തുന്നില്ല എന്നും നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാണ് എന്ന തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നുമാണ് അപ്പീലിലെ വാദം. കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്നത് SIT അന്വേഷിക്കുന്നില്ല. നിലവിലെ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2024 ഒക്ടോബർ 15 നവീൻ ബാബുവിന്റെ മരണം. ആത്മഹത്യാ സാധ്യതയും അന്വേഷിക്കുമെന്നും പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ TA ഷാജി അറിയിച്ചിരുന്നു. ഫലപ്രദമായ അന്വേഷണം നടത്തുന്നില്ല എന്നും പ്രതി ചേർക്കപ്പെട്ട PP ദിവ്യയ്ക്ക് ഉന്നത സ്വാധീനമുണ്ടെന്നും ആരോപിച്ചാണ് അപ്പീൽ. വസ്തുതകൾ ശരിയായി വിശകലനം ചെയ്യാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയത് എന്നും അപ്പീലിൽ പറയുന്നു. എന്തായാലും ഈ ഘട്ടത്തിലാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും കേസ് ഡയറി ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി തന്നെ ആദ്യഘട്ടത്തിൽ ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ കേസ് ഡയറി ഇവരുടെ കയ്യിലില്ല, അന്വേഷണ സംഘത്തിന്റെ കയ്യിലില്ല എന്നൊരു വാദം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വീണ്ടും കേസ് ഡയറി ഹാജരാക്കാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ നീക്കങ്ങൾ അത് നിർണായകമാണ്. CBI അന്വേഷണം വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം.